നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് പൈത്തണിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ പൈത്തണിൻ്റെ കുറച്ച് ബേസിക്സ് ഒക്കെയാണ്. പൈത്തണിൽ സെമിക്കോളൻ ഇല്ല, ഡേറ്റ ടൈപ്പ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണ്ട, പൈത്തൺ ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്, ഇൻ്റർപ്രറ്റഡ് ആണ്, ഇങ്ങനത്തെ കുറച്ച് ബേസിക്സും പിന്നെ ഫസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തണിലെ വേരിയബിൾസ് ആണ്. സോ വേരിയബിൾസ് എന്താണെന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ ഇത് നമുക്ക് മാറ്റിയിട്ട് വേരിയബിൾസ് എന്നാക്കാം. ഏതൊരു പൈത്തണിൽ മാത്രമല്ല, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേരിയബിൾസ്. വേരിയബിൾസ് ഇല്ലാണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്തു പോകാൻ പറ്റത്തില്ല. അപ്പം ആദ്യം വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്നും പറഞ്ഞ് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് ഞാൻ വാല്യൂ ഒരു സ്ട്രിങ് വാല്യൂ കൊടുക്കുന്നു, ശരത്ത് എന്ന് കൊടുക്കുന്നു. ഇതൊരു വേരിയബിളാണ്. ഇനി ഇതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് സ്റ്റുഡൻറ്റ് നെയിം കൊടുത്താൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ശരത്ത് എന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അതായത് സ്റ്റുഡൻറ്റ് നെയിം എന്ന് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിന് ഞാൻ വാല്യൂ ശരത്ത് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുത്തു. എന്നിട്ട് ഞാൻ സ്റ്റുഡൻറ്റ് നെയിം പ്രിൻ്റ് ചെയ്തപ്പം ആ വാല്യൂ എനിക്ക് അവിടെ പ്രിൻ്റായി ടെർമിനലിൽ വന്നു. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത് അതൊരു ഡേറ്റ കണ്ടെയ്നറാണ്. ഡേറ്റ കണ്ടെയ്നർ, വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡേറ്റ കണ്ടെയ്നറാണ്. ഡേറ്റ ഇട്ട് വയ്ക്കാനുള്ള ഒരു പെട്ടിയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. പ്രോഗ്രാമിങ്ങിലെ ഒരു പെട്ടി എന്ന് പറയാം. ഇപ്പം നമ്മുടെ വീടുകളിൽ അമ്മമാർ നമ്മൾ അടുക്കളയിൽ പോയി നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഉപ്പൊരു പെട്ടിക്കകത്ത്, പഞ്ചസാര ഒരു പെട്ടിക്കകത്ത്, മുളക് ഒരു പെട്ടിക്കകത്ത് ഇട്ട് വയ്ക്കത്തില്ലേ. അതുപോലെ പ്രോഗ്രാമിങ്ങിലെ ഒരു പെട്ടിയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് ഓരോരോ വാല്യൂസ് ഇട്ട് വയ്ക്കാം. ഇപ്പം മുളക് പെട്ടിക്കകത്ത് മുളകിട്ട് വയ്ക്കുന്നു, പഞ്ചസാര പെട്ടിക്കകത്ത് പഞ്ചസാര, അതുപോലെ ഓരോ പെട്ടിയിലും നമുക്ക് ഓരോ വാല്യൂ ഇട്ട് വയ്ക്കാം. ഇനി ഞാൻ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ഏജ് എന്നാണ് വിളിക്കുന്നത്. അതിന് ഞാൻ വാല്യൂ 18 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ഏജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ 18 എന്നുള്ളത് കിട്ടും അല്ലേ. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് ഞാൻ ശരത്ത് എന്നുള്ളൊരു സ്ട്രിങ് വാല്യൂ ഇട്ട് വെച്ചു. ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് 18 എന്ന് പറയുന്ന ഒരു നമ്പർ വാല്യൂ ഇട്ട് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡേറ്റ കണ്ടെയ്നറാണ്. ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഡേറ്റ കണ്ടെയ്നറാണ് വേരിയബിൾ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു വേരിയബിളിൽ നമ്മൾ ഇട്ട് വയ്ക്കുന്ന ഡേറ്റ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ സ്റ്റോറേജ് വേണമെങ്കിൽ നമ്മൾ ഡേറ്റാബേസ് ഉപയോഗിക്കണം. വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രോഗ്രാം റൺ ചെയ്യുന്ന അത്രയും നേരമേ നിൽക്കത്തുള്ളൂ, മെമ്മറിയിൽ കാണത്തുള്ളൂ. പൈത്തണിൻ്റെ അകത്ത് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം ജസ്റ്റ് ഇങ്ങനെ വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ മതി. ഇവിടെ സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ളതാണ് വേരിയബിളിൻ്റെ പേര്, ഇവിടെ ഏജ് എന്നുള്ളതാണ് വേരിയബിളിൻ്റെ പേര്. ജസ്റ്റ് നമ്മൾ പേര് കൊടുത്താൽ മതി. പേര് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക, ഈക്വൽ ടു കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുക. ആ വാല്യൂ എന്ന് പറയുന്നത് പൈത്തണിലെ ഏത് ഡേറ്റ ടൈപ്പ് വേണേ ആകാം. ഇവിടെ നമ്മളൊരു സ്ട്രിങ് വാല്യൂ കൊടുത്തേക്കുന്നത്, ഇവിടെ ഒരു നമ്പറാണ് കൊടുത്തേക്കുന്നത്. വേറെയും ബൂളിയൻ അതുപോലത്തെ വാല്യൂ ഉണ്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഈസ് വാലിഡ് എന്നും പറഞ്ഞ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതൊരു ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ എന്ന് പറയുമ്പം എയ്തർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഇവിടെ അത് ട്രൂ ആണ്. നമുക്കത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ കണ്ട ട്രൂ എന്ന് കിട്ടുന്നു. അപ്പം വേരിയബിളിൻ്റെ പേര് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക, എന്നിട്ട് പൈത്തണിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പിൻ്റെ വാല്യൂ അതിൻ്റെ അകത്ത് അസൈൻ ചെയ്യുക. ഇനി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൊതുവേ പ്രോഗ്രാമേഴ്സ് ഇപ്പം സ്കൂളിൽ പഠിക്കുന്നവരാണേലും ശരി, കോളേജിൽ പഠിക്കുന്നവരാണേലും ശരി, എളുപ്പത്തിന് വേരിയബിളിന് ഇങ്ങനെ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കും. എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു എന്തെങ്കിലും സ്ട്രിങ്, ഇങ്ങനെ ഒരിക്കലും വേരിയബിളിന് പേര് കൊടുക്കരുത്. വേരിയബിളിൻ്റെ പേരെന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന പോലെ ഇരിക്കണം.
ഇങ്ങനെ പേരൊന്നും നമുക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഓടിക്കും. അപ്പോൾ ഇങ്ങനെ അർത്ഥവത്തായിട്ട് വേണം പേര് കൊടുക്കാൻ. എപ്പോഴും ആ പേര് വായിക്കുമ്പം വേറൊരു പ്രോഗ്രാമറിനത് മനസ്സിലാകണം, ഇത് പ്രോഗ്രാം എഴുതിയ വ്യക്തി എന്താ ഉദ്ദേശിച്ചതെന്ന്. ഇപ്പം ഈ ഒരു വേരിയബിളിൻ്റെ പേര് കണ്ട, സ്റ്റുഡൻറ്റ് നെയിം, അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ലേ, ഏതോ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരാണ്. ഇപ്പം ഇവിടെ ഏജ് എന്നും പറഞ്ഞാണ് നമ്മൾ വേരിയബിൾ കൊടുത്തേക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഓ ഈ വേരിയബിളിൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ പ്രായമാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. ഈസ് വാലിഡ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആണോ, ഈസ് വാലിഡ് എന്ന് പറയുമ്പോൾ വാലിഡ് ആണോ, അതിന് നമ്മളൊരു ട്രൂ എന്നുള്ള വാല്യൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വേരിയബിളിന് പേര് കൊടുക്കുമ്പം അർത്ഥവത്തായിട്ട് കൊടുക്കണം. അർത്ഥവത്തായിട്ട് കൊടുക്കാതെ ഇങ്ങനെ എക്സ് വൈ ഇസഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കരുത്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും അവരത് സമ്മതിക്കില്ല. പിന്നെ അതൊരു നല്ല അപ്രോച്ചും അല്ല. നമ്മൾ കൊടുക്കുന്ന വേരിയബിളിൻ്റെ പേര് എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാകണം ആദ്യം. പിന്നെ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ എഴുതുന്ന പ്രോഗ്രാം വേറൊരു പ്രോഗ്രാമർ ഉപയോഗിക്കും നമ്മൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പോൾ ആ പ്രോഗ്രാമർക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അർത്ഥവത്തായിട്ടുള്ള പേര് കൊടുക്കുക. ഓൾവേസ് ഗീവ് മീനിങ് നെയിംസ്. എപ്പോഴും മീനിങ് ആയിട്ടുള്ള പേര് കൊടുക്കുക പൈത്തൺ വേരിയബിൾസിന്. ഇപ്പോൾ ഈ ഏജ് 80 എന്നുള്ളത് ഞാൻ മാറ്റി ഇപ്പോൾ ഇതൊരു 38 എന്നാക്കി. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു കാര്യവും കൂടി ആഡ് ചെയ്യുക, നയൻതാര ഏജ് എന്നും പറഞ്ഞാക്കി. എന്നിട്ട് ഇവിടെ നയൻതാര ഏജ് എന്നാക്കി. ഓക്കെ, പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത്. ഇപ്പം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വായിക്കുമ്പം, ഈ ഒരു ലൈൻ വായിക്കുമ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഓ ഇത് നയൻതാരയുടെ പ്രായമാണ് അല്ലേ. അപ്പം ആ വേരിയബിളിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടണം. അങ്ങനെ വേണം പേര് കൊടുക്കാൻ, ചുമ്മാ എക്സും വൈ എന്നും പറഞ്ഞ് കൊടുക്കരുത്. ഇനി ഈ ഒരു ഫോർമാറ്റ് കണ്ട, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു അണ്ടർസ്കോർ, അത് കഴിഞ്ഞിട്ട് നെയിം, നയൻതാര കഴിഞ്ഞിട്ട് ഒരു അണ്ടർസ്കോർ, അത് കഴിഞ്ഞിട്ട് ഏജ്, ഈസ് കഴിഞ്ഞിട്ട് ഒരു അണ്ടർസ്കോർ, അത് കഴിഞ്ഞിട്ട് വാലിഡ്. ഇതെന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന് വെച്ചാൽ, നമ്മുടെ IT ഫീൽഡിൽ നമ്മൾ പൈത്തണിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ വേർഡ്സ് നമ്മൾ ഒരു വേരിയബിൾ നെയിമിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഓരോ വേർഡിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ടർസ്കോർ നമ്മൾ കൊടുക്കും. അത് IT സ്റ്റാൻഡേർഡാണ് പൈത്തണിൽ. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വരുമ്പോൾ അതിന് ക്യാമൽ കേസ് എന്ന് പറയും, വേറൊരു വിധത്തിലാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇനി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഈസ് വാലിഡ് എന്നുള്ള ഈ വേരിയബിൾ ഇല്ലേ, ഇവിടെ ഞാൻ പോയിട്ടൊരു നമ്പർ കൊടുക്കുകയെന്ന് വെച്ചോ, ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത എറർ ഉണ്ടാവും. കണ്ട, ഇൻവാലിഡ് സിൻടാക്സ്. ഇൻവാലിഡ് സിൻടാക്സ് എന്ന് പറയുമ്പം ലൈൻ 10 ഇൻവാലിഡ് സിൻടാക്സ്. ഇൻവാലിഡ് സിൻടാക്സ് എന്ന് പറയുമ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്നാണ് അർത്ഥം. സിൻടാക്സ് തെറ്റാ. അതായത് വേരിയബിളിൻ്റെ പേര് ഒരിക്കലും ഒരു നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എറർ പോവും. പിന്നെ ഒരു വേരിയബിളിൻ്റെ പേര് നമുക്ക് എപ്പോഴും ഒരു അണ്ടർസ്കോർ വെച്ച് തുടങ്ങാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഈസ് വാലിഡ് എന്നാക്കിയില്ലേ, ഈസ് വാലിഡിന് മുമ്പ് ഞാനൊരു അണ്ടർസ്കോർ കൊടുത്തു. അണ്ടർസ്കോർ വെച്ച് തുടങ്ങുന്നതിന് കുഴപ്പമില്ല, അണ്ടർസ്കോർ വെച്ച് തുടങ്ങാം. നിങ്ങളുടെ ഇഷ്ടം അണ്ടർസ്കോർ വെച്ച് തുടങ്ങണോ വേണ്ടയോ എന്നുള്ളത്. ഇനി ഒരു വേരിയബിൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ ലെറ്റർ കോമ്പിനേഷൻ നമുക്ക് കൊടുക്കാമെന്നുള്ളത് നോക്കാം. നമുക്ക് ക്യാപിറ്റൽ A to Z ഉം സ്മോൾ a to Z ഉം 0 to 9 അണ്ടർസ്കോറും, ഇത്രയും അണ്ടർസ്കോറും ഇത്രയും സംഭവങ്ങളാണ് നമുക്കൊരു വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഒരു വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ നമ്പർ വെച്ച് തുടങ്ങാൻ പറ്റത്തില്ല, പക്ഷേ വേരിയബിളിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്പർ ഉപയോഗിക്കാം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് 19 എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തു. ഇത് അബ്സല്യൂട്ട്ലി പോസിബിളാണ്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്താൽ എററൊന്നും ഉണ്ടാകത്തില്ല. സോ വേരിയബിളിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്പർ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൈത്തണിലെ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾ കേസ് സെൻസിറ്റീവാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ളത് ഞാൻ ക്യാപിറ്റൽ ഒരു സ്റ്റുഡൻറ്റ് നെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. സെയിം സ്പെല്ലിങ് തന്നെ, പക്ഷേ ക്യാപിറ്റൽ.
ഇത് രണ്ടും രണ്ട് വേരിയബിളായിട്ടാണ് പൈത്തൺ എടുക്കുന്നത്. അതായത് സ്മോൾ സ്റ്റുഡൻറ്റ് നെയിമും വലിയ സ്റ്റുഡൻറ്റ് നെയിമും രണ്ട് വേരിയബിളായിട്ടാണ് പൈത്തൺ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് നെയിം കൊണ്ടുവന്ന് ഇവിടെ പ്രിൻ്റ് ചെയ്താൽ അവിടെ ഹരീഷ് എന്നുള്ള വാല്യൂ കിട്ടത്തുള്ളൂ. കാരണം കേസ് സെൻസിറ്റീവാണ്. ഇപ്പോൾ നിങ്ങൾ മൊത്തം ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെന്നുമില്ല. ഏതെങ്കിലും ഒരു അക്ഷരം വേരിയബിളിലെ ഏതെങ്കിലും ഒരക്ഷരം ക്യാപിറ്റൽ ആക്കിയാലും ഒരക്ഷരത്തിൽ ആ വ്യത്യാസം ഉണ്ടെങ്കിലും പൈത്തൺ അതിനെ വേറൊരു വേരിയബിളായിട്ടാണ് എടുക്കുന്നത്. അല്ലാണ്ട് ഒരേ സ്പെല്ലിംഗ് ആണെന്ന് പറഞ്ഞ് പൈത്തൺ ഒറ്റ വേരിയബിളായിട്ട് എടുക്കില്ല. കേസ് സെൻസിറ്റീവാണ് വേരിയബിൾ ക്രിയേഷൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പൈത്തണിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മൾ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്. പൈത്തണിൻ്റെ വേരിയബിളിൽ ക്രിയേറ്റ് ചെയ്യുമ്പം നോ നീഡ് ടു സ്പെസിഫൈ ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാനുള്ള ആവശ്യമില്ല. പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്. ഡൈനാമിക്കലി ടൈപ്പ്ഡ് എന്ന് പറയുമ്പം നമ്മൾ ആ വേരിയബിളിലേക്ക് കൊടുത്ത വാല്യൂ ഇല്ലേ, ആ വാല്യൂ റീഡ് ചെയ്തിട്ട് ആ വേരിയബിളിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കും. ഇപ്പം ഞാൻ ഈ സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ ടൈപ്പ് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട് പൈത്തൻ്റെ അകത്ത്. ആ ടൈപ്പ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ട് ആ വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ ആ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പാണെന്ന് പറഞ്ഞു തരും. ഇപ്പോൾ ഇവിടെ കണ്ട ക്ലാസ് STR എന്ന് പറഞ്ഞാൽ സ്ട്രിങ് എന്നർത്ഥം. അപ്പം ക്ലാസ് STR എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഡേറ്റ ടൈപ്പാണ്. അപ്പം ഏതൊരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് അറിയണമെങ്കിലും ഇങ്ങനെ ടൈപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് ആ വേരിയബിളിൻ്റെ പേര് കൊടുത്ത് ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ പൈത്തൺ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്. നമ്മൾ ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കേണ്ട വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഏത് വാല്യൂ ആണോ അസൈൻ ചെയ്യുന്നത്, എന്ത് വാല്യൂ ആണോ നമ്മൾ കൊടുക്കുന്നത്, ആ വാല്യൂയുടെ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് പൈത്തൺ ആ ഡേറ്റ ടൈപ്പ് ആ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് തീരുമാനിക്കും. അതാണ് ഡൈനാമിക്കലി ടൈപ്പ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വേരിയബിൾ എന്തുവാ, വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, വേരിയബിളിൽ എന്തൊക്കെ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പറ്റും, വേരിയബിളിൻ്റെ ടൈപ്പ് എങ്ങനെ നോക്കാം, അങ്ങനത്തെ വേരിയബിളിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമുക്ക് പൈത്തണിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം.